സത്യത്തിൽ നമ്മുടെ വിദ്യാഭ്യാസ മന്ത്രി നമ്മളെ ഇത്രയും നാൾ പറഞ്ഞ് പറ്റിക്കുകയായിരുന്നില്ലേ? ഇവർ പറയുന്നതിൽ എന്താണ് നാം വിശ്വസിക്കേണ്ടത്? കഴിഞ്ഞ 9 വർഷമായിട്ടുള്ള LDF സർക്കാരിൻ്റെ കീഴിൽ സമസ്ത മേഖലകളും തകർന്ന് തരിപ്പണമാകുന്നതിനോടൊപ്പം നമ്മുടെ വിദ്യാഭ്യാസ മേഖലയും ഇതാ കൂപ്പുകുത്താൻ പോകുന്നു എന്ന് വ്യക്തമാക്കുന്നതാണ് ഇപ്പോൾ പുറത്തു വരുന്ന ചില കണക്കുകൾ സൂചിപ്പിക്കുന്നത്. കേരളത്തിലെ പൊതുവിദ്യാലയങ്ങളിൽ കഴിഞ്ഞ കുറേ വർഷങ്ങളായി കുട്ടികൾ കൂടിക്കൊണ്ടിരിക്കുകയാണെന്നുള്ള വിദ്യാഭ്യാസ വകുപ്പിൻ്റെ ആ അവകാശവാദത്തെ ചോദ്യം ചെയ്യുന്നതാണ് ഇപ്പോൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്ന ചില കണക്കുകൾ. നമ്മുടെ സംസ്ഥാനത്ത് 25 കുട്ടികൾ പോലും ഇല്ലാത്ത 1197 സ്കൂളുകൾ ഉണ്ടെന്ന ആ ഒരു വെളിപ്പെടുത്തലുകൾ നമ്മുടെ പൊതുവിദ്യാഭ്യാസ മേഖല ഭാവിയിൽ അഭിമുഖീകരിക്കാൻ പോകുന്ന വലിയ വിപത്തിലേക്കാണ് ഇപ്പോൾ വിരൽ ചൂണ്ടുന്നത്. കഴിഞ്ഞ അധ്യയന വർഷം ഈ വിഭാഗത്തിൽപ്പെട്ട 961 സ്കൂളുകളാണ് ഉണ്ടായിരുന്നത്. ഒരു വർഷം കഴിഞ്ഞപ്പോഴേക്കും 236 സ്കൂളുകൾ കൂടി ഈ പട്ടികയിൽ ഇടം പിടിക്കുകയാണ് ഉണ്ടായത്. കഴിഞ്ഞ 2 വർഷമായി സർക്കാർ എയ്ഡഡ് സ്കൂളുകളിൽ 1-ാം ക്ലാസ്സിൽ ചേരുന്ന കുട്ടികളുടെ എണ്ണത്തിൽ വലിയ കുറവാണ് രേഖപ്പെടുത്തിയിട്ടുള്ളത്. എന്നാലോ മാസാമാസം വലിയ ഫീസ് കൊടുത്ത് പഠിക്കുന്ന സ്വാശ്രയ സ്കൂളുകളിൽ കുട്ടികളുടെ എണ്ണം കൂടുകയുണ്ടായി. നമ്മുടെ പൊതുവിദ്യാലയങ്ങളിൽ പഠിച്ചാൽ കുട്ടികൾക്ക് ഒരു മേൽഗതി ഉണ്ടാകില്ല എന്നുള്ള ഒരു പൊതുവായിട്ടുള്ള തെറ്റായ അബദ്ധധാരണ നമ്മുടെ സമൂഹത്തിൽ ഇപ്പോൾ ഉണ്ടായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അന്നന്ന് പണിയെടുത്ത് കൂലി ലഭിക്കുന്ന സാധാരണപ്പെട്ട ആളുകൾ പോലും തങ്ങളുടെ കുട്ടികളെ പഠിപ്പിക്കുവാൻ വലിയ തുക അത് ഫീസ് നൽകുന്ന സ്കൂളുകളിലേക്ക് വിടുകയാണ്. ദരിദ്ര വിഭാഗങ്ങളെ സംബന്ധിച്ച് തങ്ങളുടെ കുട്ടികളുടെ വിദ്യാഭ്യാസം, ആ ഭാവി, അതൊക്കെയാണല്ലോ അവരുടെയും ലക്ഷ്യവും സ്വപ്നവും. അതുകൊണ്ടൊക്കെ തന്നെയാണ് എല്ലാവിധ ത്യാഗങ്ങളും സഹിച്ച് ഈ വിഭാഗം ആളുകളും സർക്കാർ സ്കൂളുകളെ ആശ്രയിക്കാതെ ഇത്തരത്തിലുള്ള സ്വാശ്രയ സ്കൂളുകളെ പലരും ആശ്രയിക്കുന്നത്. എന്നാൽ ഒരിടയ്ക്ക് ഈ പ്രവണത നേരെ തിരിച്ചായിരുന്നു. സർക്കാർ എയ്ഡഡ് സ്കൂളുകളിൽ പഠിച്ചാലും നല്ല വിദ്യാഭ്യാസവും നല്ല പരിചരണവും നല്ല അന്തരീക്ഷവും ലഭിക്കുമെന്ന ഒരു വിശ്വാസമുണ്ടായിരുന്നു. എന്നാൽ അതിന് വന്ന മാറ്റങ്ങളെക്കുറിച്ച് ശരിയായ വിധത്തിലുള്ളൊരു വിശകലനവും ഒരു പരിഹാരവും നമ്മുടെ വിദ്യാഭ്യാസ വകുപ്പും സർക്കാരും ഇനിയും കണ്ടെത്തേണ്ടതായിട്ടുണ്ട്. കുട്ടികൾ വൻതോതിൽ കുറഞ്ഞു വരികയാണെങ്കിലും പൊതുവിദ്യാലയങ്ങൾ അടച്ചുപൂട്ടുക എന്നുള്ളത് സർക്കാർ നയമല്ലാത്തതിനാൽ അവ തുടർന്ന് മുന്നോട്ട് കൊണ്ടുപോകേണ്ടതായിട്ടുള്ള വരും. ഇതിലൂടെ ഉണ്ടാകുന്ന സാമ്പത്തിക നഷ്ടമോ അത് സർക്കാർ തന്നെ വഹിക്കേണ്ടതായിട്ടും വരും. 2017 വരെ കേരളത്തിൽ 15 കുട്ടികൾ പോലും ഇല്ലാത്ത പൊതുവിദ്യാലയങ്ങളെ അൺഇക്കണോമിക് വിഭാഗത്തിൽപ്പെടുത്തിയാണ് പട്ടിക തയ്യാറാക്കിയിരുന്നത്. പിന്നീടാണത് 25 കുട്ടികളുമെങ്കിലും ഇല്ലാത്ത സ്കൂളുകൾ എന്നൊരു നിലയിലേക്ക് മാറ്റമുണ്ടായത്. കേരളത്തിലെ ഏറ്റവും കൂടുതൽ സ്കൂളുകൾ ഉള്ളത് എയ്ഡഡ് മേഖലയിലാണ്. അതുപോലെ തന്നെ കുട്ടികളുടെ എണ്ണത്തിൻ്റെ കുറവും അതുതന്നെയാണ്. 745 എയ്ഡഡ് സ്കൂളുകൾ വെറും 25-ൽ താഴെ കുട്ടികളുമായി ഇപ്പോൾ പ്രവർത്തിക്കുന്നവയാണ്. സർക്കാർ സ്കൂളുകളിൽ 452 എണ്ണമുണ്ട്. അതിൽ 34 സ്കൂളുകളിൽ 10-ൽ താഴെയാണ് കുട്ടികളുടെ എണ്ണം. കുട്ടികളുടെ ഈ കുറവ് അധ്യാപക സമൂഹത്തിന് ഭാവിയിൽ ഉണ്ടാകാൻ പോകുന്ന നിയമന നഷ്ടം അത് വലിയ ഗൗരവമുള്ളത് തന്നെയാണ്. എന്നാൽ ഇപ്പോൾ സർവീസിലുള്ള അധ്യാപകരെയും ഇത് ദോഷകരമായി ബാധിക്കുകയാണ്. ഇപ്പോൾ തന്നെ കുട്ടികളുടെ എണ്ണം കുറയാതിരിക്കാൻ പല അധ്യാപകരും അവരുടെ ഈ ശമ്പളത്തിൽ നിന്നും ഓരോ മാസവും വലിയ തുക കുട്ടികളുടെ ഈ ആവശ്യങ്ങൾക്കായി ഉപയോഗിക്കുന്നുണ്ട്. ഡിവിഷൻ കട്ടാവാതിരിക്കാൻ ഓരോ വർഷവും കുട്ടികളെ ഇങ്ങനെ ചാക്കിട്ടു പിടിക്കുന്ന തരത്തിൽ അങ്ങനെ ഓടി നടക്കുന്ന അധ്യാപകരും നാൾക്ക് നാൾ ഇവിടെ വർദ്ധിക്കുകയാണ്. എന്നാൽ ഡിവിഷൻ കട്ടാകുന്നത് മൂലം ദൂരെയുള്ള സ്കൂളുകളിൽ പിന്നീട് ജോലി ചെയ്യേണ്ടി വരുന്ന അധ്യാപകരുടെ ആ ബുദ്ധിമുട്ടുകളും സർക്കാർ കണ്ടില്ല എന്ന് നടിക്കരുത്. 10ഉം 15ഉം കുട്ടികളുമായി സ്കൂളുകൾ നടത്തിക്കൊണ്ടുപോകുന്നത് അത് എന്തുകൊണ്ടും ഒരു നല്ലൊരു ഭൂഷണമല്ല. അതുകൊണ്ട് സർക്കാർ ഈ വിഷയത്തിൽ അടിയന്തരമായി ഇടപെട്ടേ പറ്റൂ. അല്ലെങ്കിൽ ഭാവിയിൽ ഉണ്ടായേക്കാവുന്ന വിദ്യാഭ്യാസ മേഖലയിലെ ആ പൂർണ്ണമായ തകർച്ചയ്ക്ക് അത് നിങ്ങൾ തന്നെ മറുപടി പറയേണ്ടതായിട്ടും വരും.